ശ്രീ സായിരാം. സായിഗീത. തിരുവിരലിൽ തേനുമായി. ഭഗവാൻ തേൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ചൂണ്ടുവിരൽ തേനിൽ മുക്കി തളർന്നു ഞരങ്ങിക്കരഞ്ഞ് ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന ആനക്കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് വാത്സല്യപൂർവ്വം അരുളി, കുടിക്കു ബംഗാരു. സായിഗീത അന്നാദ്യമായി നുണയാൻ പഠിച്ചു. ജഗദീശ്വരിയുടെ തിരുവിരൽ അവൾക്ക് മാതൃസ്ഥാനമായി പ്രേമദുഗ്ധം ചുരത്തി. സായിഗീത ആ തിരുവിരൽ നുണഞ്ഞു ആശയോടെ തൻ്റെ അമ്മയെ നോക്കി. വീണ്ടും വീണ്ടും വിരൽ തേനിൽ മുക്കി അവളെ നുണഞ്ഞു കഴിക്കാൻ പരിശീലിപ്പിച്ചു. താമസിയാതെ വിരലിനു പകരം കുപ്പിയിൽ പാൽ നിറച്ച് നിപ്പിളിട്ട് ഗീതയുടെ വായിൽ സായി മാതാവ് വെച്ചു കൊടുത്തു. ആരാധനപൂർവ്വം തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് ആ പുത്രി കുപ്പിപ്പാൽ കുടിക്കാൻ തുടങ്ങി. സ്തനപാനം ചെയ്യിപ്പിക്കുന്ന മാതൃഭാവത്തിൽ സായീശ്വരി തൻ്റെ പുത്രിയെ കടാക്ഷിച്ചു. നല്ല കുട്ടി, ഇന്നു മുതൽ നിന്റെ പേര് സായിഗീത. അങ്ങനെ നാമകരണവും നടന്നു. തറവാട്ടിൽ അല്ലെങ്കിൽ അമ്മയുടെ മടിത്തട്ടിലെത്തിയ ഭാവമായിരുന്നു അന്നു മുതൽ ഗീതയ്ക്ക്. തികഞ്ഞ സുരക്ഷിതത്വം അവൾ അനുഭവിച്ചു. അതിൻ്റെ ചുറുചുറുക്കും ആനന്ദവും അവളിൽ തിരതല്ലി. യഥേഷ്ടം ഭഗവത് സന്നിധിയിലും വസതിയിലും ഓടിക്കളിക്കാൻ അവൾക്ക് കഴിഞ്ഞു. സായീശ്വരിയുടെ ഓമനപുത്രിയെ ആരും തടഞ്ഞില്ല. പൈക്കുട്ടിയുടെ വലിപ്പവും ചുറുചുറുക്കുമുള്ള ആനക്കുട്ടി എല്ലാവർക്കും പ്രിയങ്കരിയായി, വാത്സല്യപാത്രമായി. അവളുടെ കാര്യങ്ങൾ നോക്കി നടത്താനായി 2 സൂക്ഷിപ്പുകാരെ സായി മാതാവ് നിയമിച്ചു, മുരളിയെയും സത്യനാരായണനെയും. ജയ് സായിരാം.